ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹോം സയൻസ് ആണ് എടുക്കാൻ പോണത്. ഹോം സയൻസിൽ നെക്സ്റ്റ് ചാപ്റ്റർ ഫാബ്രിക് കൺസ്ട്രക്ഷൻ, തുണി നിർമ്മാണം, ഫാബ്രിക് കൺസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ വസ്ത്രനിർമ്മാണത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോണത്. അപ്പോൾ മെയിനായിട്ട് വസ്ത്രം നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ ഫാബ്രിക് മേക്കിങ്ങിന് വേണ്ടിയിട്ട് പല രീതികൾ സ്വീകരിക്കുന്നുണ്ട്. വീവിങ്, നെറ്റിങ്, നോൺ വോവൺ, ബ്രൈഡഡ്, നെറ്റ്സ്, ലൈഡഡ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. വീവിങ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ബ്രൈഡഡ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് വീവിങ്ങും അതുപോലെ തന്നെ നെറ്റിങ്ങും, അതെങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഉപയോഗം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വീവിങ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ നെയ്ത്ത് എന്താണെന്ന് നോക്കാം. തുണി നിർമ്മിക്കുന്നതിന് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന രീതിയാണ് വീവിങ് അല്ലെങ്കിൽ നെയ്ത്ത്. നൂലുകൾ നെടുകയും കുറുകയും ഒന്നിടവിട്ട് വരത്തക്ക വിധത്തിൽ കോർത്തെടുക്കുന്നതിനെയാണ് വീവിങ് അല്ലെങ്കിൽ നെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നൂലുകൾ എങ്ങനെ എന്ത് ചെയ്യുക, ക്രോസ് ആയിട്ട് ഇട്ടിട്ട് നെയ്തെടുക്കുക, അതിനെയാണ് എന്ത് പറയുക, വ്യൂവിങ് അല്ലെങ്കിൽ നെയ്ത്ത് എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ട് 3 ടൈപ്പ് വീവിങ് ആണ് വരുന്നത്. പ്ലെയിൻ വീവിങ്, ട്വിൽ വീവിങ്, സാറ്റിൻ വീവിങ്. പ്ലെയിന്, ട്വില്ല്, സാറ്റിന്. പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഓരോ നൂലുകൾ നെടുകയും കുറുകയുമായിട്ട് ഓരോ നൂലുകളും ഇങ്ങനെ ഒന്നിടവിട്ട് നെയ്തെടുക്കുന്ന രീതിയാണ് പ്ലെയിൻ വീവിങ് എന്ന് പറയുക. ട്വിൽ വീവിങ് എന്ന് പറയുമ്പോൾ 2 നൂലുകൾ, ഈ 2 നൂലുകൾ വെച്ചിട്ട് നെടുകയും കുറുകയുമായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ നെയ്തെടുക്കുന്ന രീതിയാണ് ട്വിൽ വീവിങ് എന്ന് പറയാം. അപ്പോൾ ട്വിൽ വീവിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ കോട്ടുകൾ, സ്യൂട്ടും കോട്ടൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ തുണികൾ എങ്ങനെയാണ് ട്വിൽ വീവിങ് വഴിയാണ് നെയ്തെടുക്കുക, 2 നൂലുകൾ വെച്ചിട്ട് അത്രയും കട്ടിയായിട്ട്. ഇനി സാറ്റിൻ വീവിങ് എന്ന് പറയുമ്പോൾ നൂലുകൾ ഇങ്ങനെ വളരെ അകലത്തിലിട്ടിട്ട് നെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന തുണികൾക്ക് ഈട് കുറവായിരിക്കും. ഇത്ര അകലട്ടിട്ടല്ല. അപ്പോൾ 4 അലക്കലക്കുമ്പോഴേക്കും എന്താണ്, അതിൻ്റെ പണി തീരും, അത് വേഗം കീറിപ്പോവും, ബലം കുറവായിരിക്കും, പക്ഷെ നല്ല തിളക്കവും മിനുസവും ഉണ്ടായിരിക്കും. ഇതാണ് 3 തരത്തിലുള്ള വീവിങ്. ഇനി രണ്ടാമത്തെ തുണി നെയ്ത്ത് രീതിയാണിത് നെറ്റിങ് അല്ലെങ്കിൽ നെറ്റിങ്. ഒരു നൂൽ സൂചിയിൽ കോർത്തിട്ട് കൂട്ടിക്കൊളുത്തി തുന്നുക. നൂലിങ്ങനെ സൂചിയിൽ കൂട്ടിക്കൊളുത്തിയിട്ടിട്ട് ഇങ്ങനെ നെയ്തെടുക്കുന്ന രീതിയാണ് നെറ്റിങ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഈ ബനിയനൊക്കെ ഇല്ലേ, ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന പോലെ തുണികളില്ലേ, ബനിയൻ, അതുപോലെ നമ്മുടെ പാൻറ്റീസ്, സ്വെറ്റർ, അങ്ങനെയുള്ള വലിഞ്ഞ് നമുക്ക് തേക്കേണ്ടാത്ത ടൈപ്പ് തുണികളില്ലേ, വലിഞ്ഞ് നിൽക്കുന്ന പോലെ തുണികളൊക്കെയാണ് ഈ നെറ്റിങ് വഴി തുന്നിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഈ വീവിങ്ങും നെറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം വീവിങ്ങിൻ്റെ പ്രത്യേകതകൾ നോക്കാം. വീവിങ് എന്ന് പറയുന്നത് നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ മെഷീൻ കൊണ്ടോ നമുക്കിങ്ങനെ പ്രവർത്തിപ്പിക്കാം. പിന്നെ അതുവഴി ഉണ്ടാക്കുന്ന തുണികൾ നല്ല മിനുസമുള്ളതും ബലമുള്ളതും ആയിരിക്കും. പാകത്തിന് ബലം കുറവ് വരുന്നത് എവിടെയാണ്, സാറ്റിൻ വീവിങ് വഴി ഇങ്ങനെ ഗ്യാപ്പിട്ട് തുന്നുന്നത് കൊണ്ടാണ്. ഇത് കഴുകി തേച്ച് ഉപയോഗിക്കണം. ഇങ്ങനെ നല്ല കട്ടി, ഇങ്ങനെ എന്താ പറയുക, ഇഴ അടുപ്പിച്ച് വയ്ക്കുന്നതുകൊണ്ട് തന്നെ എന്താണ്, ചുളിഞ്ഞൊക്കെ പോകും. അപ്പോൾ നമ്മൾ കഴുകി തേച്ച് ഉപയോഗിക്കണം. വിവിധ തരത്തിലുള്ള നൂലുകൾ ഉപയോഗിച്ച് പ്രത്യേകം ഡിസൈനുകൾ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം. ബെഡ്ഷീറ്റ്, കർട്ടനുകൾ, മേശവിരികൾ, ഫർണിഷിംഗ് ഒക്കെ നമുക്കിത് വെച്ച്, തുണികളൊക്കെ ഇത് വെച്ച് നെയ്തെടുക്കാം. ഒരു സെറ്റ് നൂല് കൊണ്ട് തന്നെ നമുക്കിത് കോർത്തെടുക്കാം. ഇനി നെറ്റിങ് വഴി ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് മെഷീൻ കൊണ്ടോ ചെയ്യാവുന്നതാണ്. ചുരുങ്ങുന്നതും ശരീരത്തോട് ചേർന്നിരിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതെന്താണ്, തേക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തറയിലിട്ടൊക്കെ ഇത് ഉണക്കിയെടുക്കാവുന്നതാണ്. വിവിധ നൂല് ഉപയോഗിച്ച് കയ്യിലൂടെ തന്നെ നമുക്ക് തയ്യലിലൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈനുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുവഴി ഉണ്ടാക്കുന്ന തുണികൾ നമ്മുടെ ടീഷർട്ടുകളൊക്കെ പോലത്തെ വലിയുന്ന ബനിയൻ ടൈപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ, സ്വെറ്ററുകൾ, സോക്സുകൾ, ഇപ്പം നമ്മുടെ പാൻറ്റീസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പം നമ്മൾ ഇതൊക്കെ നമ്മൾ വസ്ത്രം ഉണ്ടാക്കുന്നതൊക്കെ പഠിച്ചൂലേ. നമ്മൾ എന്തിനാണ് ഈ വസ്ത്രം ധരിക്കുന്നത്, അതായത് വസ്ത്രധാരണത്തിൻ്റെ ധർമ്മം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, പ്രാഥമികമായിട്ടും വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ നാണം മറയ്ക്കാനുള്ള ഒരു ഉപാധിയാണ്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരാളുടെ വസ്ത്രം കൊണ്ട് അയാളുടെ പദവി, സമൂഹത്തിലെ പദവി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ രാജാവാണോ അല്ലെങ്കിൽ ഭടനാണോ
അല്ലെങ്കിൽ എന്താണ് താഴ്ന്ന ജാതിക്കാരനാണോ, അതൊക്കെ നമുക്ക് അയാളുടെ വസ്ത്രധാരണത്തിൽ നിന്ന് മനസ്സിലാവും. പിന്നെ ഒരാളുടെ വ്യക്തിത്വം, ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഡ്രസ്സ് ചെയ്യണമെന്ന് പറയില്ലേ, അപ്പോൾ അയാളുടെ വ്യക്തിത്വം നമുക്ക് ആ വസ്ത്രധാരണത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഓരോ ചടങ്ങിനും ഇപ്പോൾ നമ്മൾ ഒരാൾ പോണ കാണുമ്പോൾ അയാളുടെ വസ്ത്രധാരണം കൊണ്ട് മനസ്സിലാക്കുമ്പോൾ അയാൾ എങ്ങോട്ടാണ് പോകണമെന്ന്, നല്ല അണിഞ്ഞൊരുങ്ങി മുല്ലപ്പൊക്കെ ചൂടി പോകണമെങ്കിൽ മനസ്സിലാവും. ഇന്ന് എവിടെയെങ്കിലും കല്യാണം ഉണ്ടോ എന്ന് ചോദിക്കില്ലേ നമ്മൾ, ഇന്ന് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. അല്ലാതെ അയാൾ നമുക്ക് പോണ രീതി കണ്ടാലറിയാം അയാൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ പട്ടുസാരിയൊക്കെ കൊടുത്തിട്ട് ആരും എന്ത് ചെയ്യാറില്ല, മരിച്ച വീട്ടിലേക്ക് പോകാറില്ല. അപ്പോൾ ഓരോ ചടങ്ങുകൾക്കും പ്രത്യേക വസ്ത്രധാരണ രീതികളുണ്ട്. അപ്പോൾ ഇങ്ങനെ വസ്ത്രത്തിന് എന്താണ്, അല്ലെങ്കിൽ വസ്ത്രധാരണത്തിന് പല പല ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്. നമുക്കിതിലാകെ പഠിക്കാനുള്ളത് തുണി നെയ്ത്ത്, അല്ലെങ്കിൽ തുണി നമുക്ക് എങ്ങനെയൊക്കെ തുണി നിർമ്മാണം അല്ലെങ്കിൽ ഫാബ്രിക് കൺസ്ട്രക്ഷൻ്റെ 2 പ്രധാന കാര്യങ്ങൾ മാത്രം, വീവിങ്ങും നെറ്റിങ്ങും. അപ്പോൾ എന്താണ് വീവിങ്, എന്താണ് നെറ്റിങ്, വീവിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും ഇതിൻ്റെ രണ്ടിൻ്റെയും ഫീച്ചേഴ്സും. പിന്നെ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വസ്ത്രധാരണത്തിൻ്റെ ധർമ്മങ്ങളും. ഇത് മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അത് നോക്കുക, വളരെ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.